Today we are doing one of the most important essays, that is film fidelity, narrative structure and strategies. Fidelity, narrative structure and strategies in film and fiction. Fidelity means loyalty or faithfulness. That is what is fidelity. That is the meaning of fidelity. Vishwasthata, fidelity, loyalty or faithfulness. Narrative structure, narratology. കഥ നറേറ്റ് ചെയ്യുന്നതിൻ്റെ സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജീസ്, മെത്തേഡ്സ് ഓർ ദി ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫിലിം ആൻഡ് ഫിക്ഷൻ. ഫിലിമിലും ഫിക്ഷനിലും നമ്മൾ കാണുന്ന ഫിഡിലിറ്റി, അത് രണ്ടിലുമുള്ള നറേറ്റോളജി ഓർ നാരേറ്റീവ് സ്ട്രക്ചർ ആൻഡ് വേരിയസ് സ്ട്രാറ്റജീസ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ടുഡേ. വെൻ എ പോപ്പുലർ or influential novel undergoes adaptation, when a popular or influential novel undergoes adaptation for film or the screen, questions of form and effects inevitably arise. Questions of form and effects, the problems of form and effects inevitably arise. ഒരു ജനപ്രിയമായ ഒരു നോവല്, അല്ലെങ്കിൽ സ്വാധീനമുള്ള, ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടൊരു നോവല് സിനിമയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ, സ്ക്രീനിലേക്ക് വരുമ്പോൾ ഉദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, രണ്ടിൻ്റെയും ഫോം എങ്ങനെയാണ്, നോവലിൻ്റെ ഫോം എന്താണ്, സിനിമയുടെ ഫോം എന്താണ്, ആൻഡ് ഓൾസോ വാട്ട് ആർ ദി എഫക്ട്സ്, വാട്ട് ആർ ദി റിസൾട്ട്സ്, രണ്ടിൻ്റെയും റിസൾട്ട്സ് എന്താണ്, വായനക്കാരുടെ ഈ കാണികളുടെ മനസ്സിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, രണ്ടിൻ്റെയും എഫക്ട്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്താണ്. സോ ദീസ് ആർ ദി യൂഷ്വൽ ക്വസ്റ്റ്യൻസ് അറൈസ് വെൻ എ പോപ്പുലർ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ നോവൽ അണ്ടർഗോസ് അഡാപ്റ്റേഷൻ ഫോർ ദി സ്ക്രീൻ. വെൻ എ പോപ്പുലർ ഓർ ഇൻഫ്ലുവൻഷ്യൽ നോവൽ അണ്ടർഗോസ് adaptation for the screen, the questions of form and effects usually or inevitably arise. Constantly creating their own mental images of the world of a novel and its people, the audience is interested in comparing the images with those created by the filmmaker. What happens when adaptation occurs, the novel undergoes adaptation for the screen? What really happens? ഇപ്പോൾ ഈ നോവൽ എന്ന് പറഞ്ഞാൽ ജനപ്രിയ നോവലുകൾ, വാരികകളിലൊക്കെ തുടർച്ചയായിട്ട് വരുന്ന നോവലുകൾ, സീക്വൽസ് ആയിട്ട് വരുന്ന നോവലുകൾ, അല്ലെങ്കിൽ പ്രശസ്തങ്ങളായ ചെമ്മീൻ പോലുള്ള നോവലുകൾ, ഇത് സിനിമയാക്കുമ്പോൾ ആ ഓരോ പേജും വായിക്കുമ്പോൾ ഓരോ പേജിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സീനാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങളും ആ ലൊക്കയിലും ആ സിറ്റുവേഷൻസെല്ലാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലെന്ന് പറഞ്ഞാൽ ഫിലിം മേക്കറിലൊക്കെയിലും ക്യാരക്ടേഴ്സുമാരുടെ വേഷവിധാനങ്ങളും പ്രോപ്പർട്ടീസും സെറ്റിങ്സും അങ്ങനെ വിവിധ സങ്കേതങ്ങളുടെ സംയോജനത്തിലൂടെ എന്ത് ചെയ്യുന്നു, സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഇമേജസും സ്ക്രീനിൽ ഫിലിം മേക്കർ ഉണ്ടാക്കുന്ന ഇമേജസും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ സീൻ അത്ര പോരാ, അല്ലെങ്കിൽ ഈ ഒരു രംഗം കുറച്ച് കൂടി ശരിയാക്കേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സോ കോൺസ്റ്റൻ്റ്ലി ക്രിയേറ്റിംഗ് ദെയർ ഓൺ മെൻ്റൽ ഇമേജസ് ഓഫ് ദി വേൾഡ് ഓഫ് എ നോവൽ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ, ദി ഓഡിയൻസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ comparing the images that they have created in their mind with those created by the filmmaker. That is what actually happens. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജസും ഫിലിം മേക്കർ ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജസും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സീൻസും ഫിലിം മേക്കർ ഉണ്ടാക്കിയെടുക്കുന്ന സീൻസും നമ്മൾ കമ്പയർ ചെയ്ത് എന്തായിട്ട് പോരായ്മകളുണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ദുരിത ശ്രമം നമ്മൾ നടത്താറുണ്ട്. So since it involves two semiotically distinct texts
Relying the same narrative adaptation, it necessarily brings up certain issues. Film is one of the semiotic things, and novel has another semiotic thing. Novel has words as the semiotics, whereas film has images. Film has imagic semiotics, or the movie has imagic semiotics, whereas the novel has വേഡ്ലി or വെർബൽ സെമിയോട്ടിക്സ്. നോവൽ എന്ന് പറഞ്ഞാൽ വാക്കുകളാകുന്ന സിമ്പിൾസാണ് കാണുന്നത്. സിനിമയിൽ നമ്മൾ കാണുന്ന ഇമേജസ് ആകുന്ന സെമിയോട്ടിക്സ് അല്ലെങ്കിൽ സിമ്പിൾസാണ് നമ്മൾ കാണുന്നത്. അവ രണ്ടും പ്രത്യേകമായതാണ്. വാക്കുകളുടെ സെമിയോട്ടിക്സ് ഒന്ന്, അതുപോലെ തന്നെ സിനിമയിൽ കാണുന്ന ഇമേജസിൻ്റെ സെമിയോട്ടിക്സ് വേറൊന്ന്. അതുകൊണ്ട് തന്നെ രണ്ടും വ്യത്യസ്തങ്ങളായിരിക്കാം. സോ നാച്ചുറലി ദി ടു സെമിയോട്ടിക് ഫോംസ് ആർ quite different from each other. So happens in films and novels, since it involves two semiotically distinct texts relaying, depicting, picturing the same narrative thing, and so necessarily brings up certain issues. So novel as well as film necessarily bring up certain issues. ഇപ്പോൾ നോവലും അതുപോലെ സിനിമയും ചില ഇഷ്യൂസ് എന്ത് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്ന ഇഷ്യൂസ് ഉയർത്തുന്നു. അതെന്താണ്? വാട്ട് ആർ ദി ഇഷ്യൂസ് റേസ്ഡ് ബൈ നോവൽ ആസ് വെൽ ആസ് ഫിലിം? നോവലും ഫിലിമും റേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഇഷ്യൂസ്? ദി ഇഷ്യൂസ് became one of the comparatively narratology. The issues is regarding the narratology or narrative structure or narratology, which asks the questions such as what events from the novel story, what events from the novel story have been eliminated or added or changed in the adaptation, are more and more importantly why. So this is one of the basic problems, this is one of the fundamental problems that arises when we think in terms of narratology or narrative structure. What is the main issue regarding the narrative structure or narratology? So the main issue becomes, or the main issues become one of comparatively a narratology regarding narratology. One of the issues is regarding a narrative structure, which asks questions such as what events from the novel have been eliminated when adapted. നോവലിനെ സിനിമയാക്കി മാറ്റിയപ്പോൾ ഏതെല്ലാം സംഭവങ്ങളാണ് നോവലിൽ നിന്ന് എടുത്തു മാറ്റിയത്? സിനിമയാക്കാൻ വേണ്ടി ഏതെല്ലാം സംഭവങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു? ഓർ ആഡഡ്, വാട്ട് ഈവൻസ് ആർ ആഡഡ് ടു ദി മൂവീസ്? അല്ലെങ്കിൽ നോവലില്ലാത്ത ഏതെല്ലാം ഈവൻസ്, നോവലിൻ്റെ പ്ലോട്ടിലില്ലാത്ത ഏതെല്ലാം ഈവൻസ് കൂട്ടിച്ചേർക്കപ്പെട്ടു? ഓർ ചേഞ്ച്ഡ്, വാട്ട് ഈവൻസ് ഹാവ് ബീൻ ചേഞ്ച്ഡ്? അല്ലെങ്കിൽ ഏതെല്ലാം ഈവൻസിനെ മാറ്റി ട്രാജഡി കോമഡിയാക്കി മാറ്റിയോ? അതോ മറ്റേതെങ്കിലും സംഭവങ്ങളെ എന്ന് പറഞ്ഞാൽ ജനപ്രീതിക്ക് വേണ്ടി മാറ്റിയെടുത്തു? വാട്ട് ഈവൻസ് ഹാവ് ബീൻ ചേഞ്ച്ഡ് in the adaptation of the movie. And more importantly, one of the most important issues is why such elimination has been made, why such changes have been made, why such addition has been made. എന്തിനാണ് ഇങ്ങനെയുള്ള എലിമിനേഷൻ നടത്തിയത്? എന്തിനു വേണ്ടി? See, what is the effect of it, or what is the use of adding certain events to the movie? നോവലിൽ പ്രതിപാദിക്കാത്ത ഈവൻസ് സിനിമയിൽ ചേർത്തുകൊണ്ട് എന്താ ഗുണം? എന്താണ് അതിൻ്റെ മെച്ചം? സോ ദീസ് ആർ ദി പ്രോബ്ലംസ് യൂഷ്വലി അറൈസ് റിഗാർഡിങ് നാരറ്റോളജി ഓർ നറേറ്റീവ് സ്ട്രക്ചർ. നറേറ്റീവ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ? ദി പ്രോബ്ലം മെയിൻലി അറൈസസ് ഈസ് വാട്ട് ഈവൻസ് ഫ്രം ദി സ്റ്റോറി ഹാവ് ബീൻ എലിമിനേറ്റഡ്, വാട്ട് ഈവൻസ് ഫ്രം ദി വാട്ട്സ് ഈവൻസ് ഹാവ് ബീൻ ആഡഡ്.
what events from the story have been changed. So these are the issues. These are the problems usually arise regarding narratology or narrative structure. Then another problem is about sequentiality. Next problem that arises is about sequentiality. Sequentiality. A story can respect the normal sequentiality of real events. A story can respect the normal sequentiality of the real events, proceeding from beginning through the middle to end. That is the normal sequentiality of the real events. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ നോവലിനെ അഡേപ്റ്റ് ചെയ്ത് സിനിമയാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സംഭവങ്ങളുടെ ആ നോർമൽ സീക്വൻഷ്വാലിറ്റി, തുടക്കം, നല്ലൊരു മിഡിൽ, അവസാനം, ആ ഒരു ലീനിയർ ടൈപ്പായി ആ സീക്വൻഷ്വാലിറ്റി നമുക്ക് കൊണ്ടുവരാം, സിനിമയിൽ അങ്ങനെ കൊണ്ടുവരാം. അതല്ല എങ്കിൽ ഈ നോവലിലെ കഥ മാത്രം നമ്മൾ അഡേപ്റ്റ് ചെയ്തുകൊണ്ട് നോവലിലെ തീമോ സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട് അഡേപ്റ്റ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഷ് ബാക്കിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ നോൺ ലീനിയറായി നമുക്ക് സ്റ്റോറി അവതരിപ്പിക്കാം. സോ ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ റിഗാർഡിങ് അഡാപ്റ്റേഷൻ. ഈ അഡാപ്റ്റേഷൻ നോവലിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എ സ്റ്റോറി ക്യാൻ റെസ്പെക്ട് ദി നോർമൽ സീക്വൻഷ്യാലിറ്റി ഓഫ് ദ റിയൽ ഈവൻറ്റ്സ് ലീഡിങ് ഫ്രം എ ബിഗിനിങ് ടു ദി മിഡിൽ ടു ആൻ എൻഡ്, or in the non-linear type of sequentiality. And also the story may observe non-linear type of sequentiality. That is, the filmmaker can scramble the sequentiality. ഫിലിംമേക്കറിനാണെങ്കിൽ ഈ സീക്വൻഷ്വാലിറ്റി സ്ക്രാമ്പിൾ ചെയ്യാം. വേണമെങ്കിൽ മിഡിൽ ആദ്യം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആദ്യം അവതരിപ്പിച്ചിട്ട് ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറയാം. അപ്പോൾ ഏത് ടെക്നിക്ക് വേണമെങ്കിലും ഈ സീക്വൻഷ്വാലിറ്റി സംബന്ധിച്ച് ഫിലിം മേക്കർക്ക് അവലംബിക്കാൻ സാധിക്കുന്നു. സോ ഫിലിം മേക്കർ ഈസ് ഏബിൾ ടു സ്ക്രാമ്പിൾ ദി ഹോൾ സീക്വൻഷ്വാലിറ്റീസ് ഇൻ ഹിസ് ഓൺ വേ. ഇപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സീക്വൻഷ്വാലിറ്റിയാണ്. ലീനിയർ ടൈപ്പിൽ അവതരിപ്പിക്കാം, ബിഗിനിങ് മിഡിൽ എൻഡിലേക്ക് പോകുന്ന ലീനിയർ ടൈപ്പിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ നോൺ ലീനിയർ ടൈപ്പായി മിഡിലിൽ നിന്ന് ആരംഭിക്കാം, അല്ലെങ്കിൽ എൻഡിൽ നിന്ന് ആരംഭിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ദി ഫിലിം മേക്കർ ഈസ് ഏബിൾ ടു സ്ക്രാമ്പിൾ ദി സീക്വൻഷ്വാലിറ്റി. അത് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രോബ്ലം. ആൻഡ് ദി തേർഡ് ഇഷ്യൂസ് റിഗാർഡിങ് ദി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കോഴ്സ് ടൈമാണ്. ഡ്യൂറേഷൻ മീൻസ് ഡിസ്കോഴ്സ് ടൈം, കഥ പറയാനെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ നോവലിൽ കഥ പറയാൻ എന്ത് സമയമെടുക്കുന്നു, സിനിമയിൽ എന്ത് സമയമെടുക്കുന്നു. അപ്പം നോവലിൽ ഒരുപക്ഷെ നമ്മൾ നോവൽ വായിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ എടുക്കേണ്ടി വരും. സിനിമയെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ഈവൻസ് എല്ലാം അവതരിപ്പിക്കേണ്ടി വരുന്നു. ആ ഡ്യൂറേഷൻ അനദർ പ്രോബ്ലം. ഹൗ വി ക്യാൻ adapt the duration or the discourse time in a novel in the movie or the film. സിനിമയിൽ നമ്മൾ ഈ നോവലിലുള്ള ഡിസ്കോഴ്സ് ടൈം അല്ലെങ്കിൽ ആ സ്റ്റോറി ടെല്ലിംഗ് ടൈമിനെ സിനിമയിലേക്ക് എങ്ങനെ നമ്മൾ കൃത്യമായി ഒരിക്കലും സ്റ്റോറിയുടെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ചോർച്ച ഉണ്ടാക്കാതെ അവതരിപ്പിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. അത് മറ്റൊരു പ്രോബ്ലം. ഡ്യൂറേഷൻ ഇൻവോക്സ് what is duration invokes the complex relation between discourse times, complex relation between discourse times in the novel as well as film. Duration invokes the complex relation between discourse times in novel as well as film. നോവലിലെ സ്റ്റോറി ടെല്ലിംഗ് ടൈമും ഫിലിമിലെ സ്റ്റോറി ടെല്ലിംഗ് ടൈമിലുള്ള ആ ഒരു കോംപ്ലക്സ് റിലേഷൻ, അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡ്യൂറേഷൻ. അതാണ് ഡ്യൂറേഷൻ പ്രോബ്ലം ഓർ ദി പ്രോബ്ലം ഓഫ് ഓർ ദി ഇഷ്യൂ ഓഫ് ഡ്യൂറേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡ്യൂറേഷൻ. ദാറ്റ് ഈസ് ദി ടൈം ഡ്യൂറേഷൻ of an event really lasted in a novel as well as in a film.
the time duration of an event lasted in a novel as well as in a film. ഒരു നോവലിൽ ഒരു ഈവൻ്റ് സംഭവിക്കാൻ എന്ത് സമയമെടുക്കുന്നു, സിനിമയിൽ എന്ത് സമയമെടുക്കുന്നു, അതും ഒരു പ്രോബ്ലമാണ്, ഒരു പ്രശ്നമാണത്. അപ്പോൾ ഒരു പോപ്പുലർ നോവലിനെ, ഒരു ഇൻഫ്ലുവൻഷ്യൽ നോവലിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡ്യൂറേഷൻ്റെ കാര്യം അല്ലെങ്കിൽ ഡിസ്കോഴ്സ് ടൈമിൻ്റെ കാര്യം ഒരു വലിയ പ്രശ്നമാണ്. നോവലിലെ ഡ്യൂറേഷൻ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല സിനിമയിൽ. സോ ദി ഡ്യൂറേഷൻ ദി നോവൽ മേ നോട്ട് ബി അക്സെപ്റ്റബിൾ ആസ് ദി ഡ്യൂറേഷൻ ഇൻ എ മൂവിയിലെ ഡ്യൂറേഷനായിട്ട് നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല, ഒരിക്കലും കൊണ്ടുവരാനും സാധിക്കത്തില്ല. അതിബൃഹത്തായ ഇപ്പോൾ തകഴിയുടെ കയർ പോലെയുള്ള സംഭവങ്ങളാണ്. കയറൊക്കെ സീരിയലൈസ് ചെയ്തിട്ടുണ്ട്, TV സീരിയലൈസ് ചെയ്തിട്ടുണ്ട്. സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഗാ സീരിയൽസ് എന്നൊക്കെ പറയുന്ന എത്രയോ എപ്പിസോഡുകളുള്ളതാണ്. പക്ഷേ സിനിമയിലെന്ന് പറഞ്ഞാൽ 2 മണിക്കൂറോ 2.5 അല്ലെങ്കിൽ മാക്സിമം 3 മണിക്കൂറിനുള്ളിൽ അതിബൃഹത്തായ കഥ, മഹാഭാരതം പോലുള്ള കഥ. മഹാഭാരതം ഇപ്പോൾ MDയുടെ 2ാം മുഴുവൻ തന്നെ ഒരു ഭാഗം കൊണ്ടൊന്നും തീരത്തില്ല, 2 പാർട്ടെങ്കിലും എടുക്കേണ്ടി വരും. അപ്പം മഹാഭാരതം എന്ന് പറയുന്നത് വളരെ ചുരുക്കി 2.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം ആ മൂലകഥയുടെ അല്ലെങ്കിൽ ആ കഥയുടെ ഒരു മൂല്യം സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. So that is very clear, that is crystal clear. Temporal terms means related to time. Considering the time, in temporal terms, the adaptations clearly you condense the events of the novel. In temporal terms, in terms of time, some adaptations to the movies clearly condense, shorten or reduce the events of the novel. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സമയത്തിൻ്റെ കാര്യം വരുമ്പോൾ, ഈ ഡ്യൂറേഷൻ്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്കോഴ്സ് ടൈമിൻ്റെ കാര്യം പറയുമ്പോൾ നോവലിലെ പല സംഭവങ്ങളും വെട്ടിച്ചുരുക്കേണ്ടി വരുന്നു, ഫിലിം മേക്കറിന് ചുരുക്കേണ്ടി വരുന്നു. സോ ഇറ്റ് ഈസ് നെസസറി ടു ഡു സോ വെൻ അഡാപ്റ്റിംഗ് ദി ഗ്രേറ്റ് നോവൽസ് ലൈക്ക് വാർ ആൻഡ് പീസ്. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് പോലുള്ള നോവലുകൾ, അതിബൃഹത്തായ നോവലുകൾ സിനിമയാക്കുമ്പോൾ സച്ച് റിഡക്ഷൻ ഈസ് നെസസറി. സച്ച് നോവൽ ദി ഈവൻ ഷുഡ് ബി കണ്ടൻസ്ഡ്. ഈവൻസിനെ കണ്ടൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു, തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. അതർവൈസ് ഇറ്റ് ക്യാൻ നെവർ ബി ഫിലിംഡ്. സോ ഫോർ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വി ക്യാൻ സീ an example. Erich von Stroheim, an Austrian American director. Erich von Stroheim was an Austrian-born American director, actor and producer. He adapted the literal adaptation of Frank Norris's novel McTeague. Frank Norris, American journalist and novelist. Frank Norris's novel McTeague in 1924. He adapted Frank Norris's novel McTeague in the year 1924 with his film. The title of the film was, the adaptation was Greed. The adaptation of McTeague is the name of the novel. McTeague was Greed. It was adapted into the film entitled Greed, resulting a 16 hours long film. The result was that the film was 16 hours long. അഡാപ്റ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? മെക്ടീഗ് എന്ന് പറഞ്ഞ പ്രശസ്തമായ നോവലിനെ ഗ്രീഡ് എന്ന് പറയുന്ന സിനിമയാക്കി മാറ്റിയപ്പോൾ, അത് ഏത് വർഷമാണ് റിലീസ് ചെയ്തത്? 1924. ആ സിനിമയുടെ ദൈർഘ്യം 16 മണിക്കൂറുകൾ. ആർക്കെങ്കിലും ഒറ്റയിരിപ്പി കാണാൻ പറ്റും? അത് പല ദിവസങ്ങളായിട്ട് സീരിയലായി പ്രദർശിപ്പിക്കാനുള്ള സിനിമയാക്കി മാറ്റിയപ്പോൾ 16 മണിക്കൂർ. ഇറ്റ് ബിക്കെയിം വെരി ലോങ്. ദാറ്റ് ഇറ്റ് ബിക്കെയിം ആസ് ലോങ് ആസ് 16 hours long film. 16 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ. A first cut of the film reduced it to 8 hours.
പിന്നെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ അതിൻ്റെ പകുതിയായി. ഈ 16 മണിക്കൂർ എന്നുള്ളത് അതിൻ്റെ പകുതിയായി ചുരുങ്ങി 8 മണിക്കൂറായി മാറി. 8 മണിക്കൂറായി മാറ്റി. The first cut of the film reduced the film to 8 hours long. Then another one running to 4 hours. പിന്നെ ഒരു എഡിറ്റിംഗ് കൂടെ നടത്തിയപ്പോഴത്തേക്കും, ഒരു കട്ട് കൂടെ നടത്തിയപ്പോഴത്തേക്കും, ഒരു എഡിറ്റിങ്ങിലൂടെ അതിനെ 4 മണിക്കൂറായി ചുരുക്കി. ആൻഡ് ഫൈനലി the studio itself cut the film around 2 hours. The studio cut was 2 hours long film. Finally, the studio itself cut the film to 2 hours, resulting in a finished product that was entirely incoherent, that had no connection with the original novel Mectig. ഗ്രീഡ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് മെക്ടീഗ് എന്ന് പറയുന്ന നോവലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതായി മാറി. 16 മണിക്കൂറുണ്ടായിരുന്നു ആദ്യം. അതിനെ എന്ത് ചെയ്തു? എഡിറ്റ് ചെയ്ത് 8 മണിക്കൂറാക്കി, പിന്നെ വീണ്ടും കട്ട് ചെയ്ത് അതിൻ്റെ പകുതി 4 മണിക്കൂറാക്കി, പിന്നെ വീണ്ടും സ്റ്റുഡിയോ കട്ട് ചെയ്ത് അതിൻ്റെ പകുതിയായി 2 മണിക്കൂറാക്കി ചുരുക്കിയപ്പോഴത്തേക്കും ഇറ്റ് ബിക്കെയിം ഹൈലി ഇൻകോഹറൻറ്റ്. ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി കോൺഗ്രുവൻസി വിത്ത് ദി ഒറിജിനൽ സ്റ്റോറി മെക്ടീഗുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇറ്റ് ബിക്കെയിം ഹൈലി ഇൻകോഹറൻറ്റ്, ഹാവിങ് നോ കണക്ഷൻ വിത്ത് ദി original story. Since that time, few directors have been foolish enough to attempt to put everything in a novel into a film. അതിനുശേഷം ഒരു ഫിലിം ഡയറക്ടർ ഒരു നോവലിലുള്ള എല്ലാ സംഭവങ്ങളെയും സിനിമയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ആ പ്ലോട്ട് പോകുന്നതിന് വേണ്ടി മാത്രമുള്ള ഇവൻസിനെ മാത്രം സിനിമയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. സോ സിൻസ് ദെൻ ഫ്യൂ ഡയറക്ടേഴ്സ് ഹാവ് attempted to put all the events of the novel in a film. പിന്നീട് അങ്ങോട്ടാരും എല്ലാ സംഭവങ്ങളെയും സിനിമയിൽ ഉൾപ്പെടുത്താൻ ഒരുമ്പെട്ടിട്ടേ ഇല്ല. ആവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തി അതിബൃഹത്തായ നോവൽ പോലും കാണികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ 2.5 മണിക്കൂർ സിനിമയാക്കി മാറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത്. Thus or therefore, elision or omission became nearly mandatory. Mandatory means a must or necessity. It became a necessity. അത്യാവശ്യമായ സംഗതിയായിട്ട് ഒന്ന് ഒഴിവാക്കൽ, elision or omission. Since then, elision or omission became mandatory. It became a must as far as a film is concerned. ഒരു കഥയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലായി. So it became a mandatory. Then another problem is regarding fidelity. വിശ്വസനീയത, ലോയൽറ്റി, അല്ലെങ്കിൽ മൂലകഥയോട് എല്ലാ വിശ്വസയും പുലർത്തുക. അത് ഒരിക്കലും നടക്കത്തില്ല. നോവൽ എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് എഴുതിപ്പോയാൽ മതി, പേപ്പറും പേനയും അല്ലെങ്കിൽ പെൻസിലോ മതി. സിനിമയാണെങ്കിൽ അത് പറ്റുമോ? സിനിമയെന്ന് പറഞ്ഞാൽ വെള്ളം മുതൽ വെളിച്ചം വരെ 1000-ലധികം ഘടകങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നോവൽ എഴുതുന്ന ലാഘവത്തോടെ അങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നോവലിനോട് ലോയൽറ്റി കാണിക്കാൻ, അല്ലെങ്കിൽ മൂലകഥയോട് ലോയൽറ്റി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ, അസാധ്യമാണ്. ഫിഡിലിറ്റി ഈസ് ഹൈലി ഇമ്പോസിബിൾ ഇൻ അഡാപ്റ്റേഷൻസിൽ ഫിഡിലിറ്റി അല്ലെങ്കിൽ ലോയൽറ്റി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് ടു ദി ഒറിജിനൽ സ്റ്റോറി ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ദി ഡിമാൻഡ് ഫോർ ഫിഡിലിറ്റി, the demand for faithfulness often ignores the actual process of making a film. Fidelity is often ignored. Fidelity or faithfulness is often ignored in the actual process of making a film. സിനിമ ഉണ്ടാക്കുമ്പോൾ ഈ ഫിഡിലിറ്റി അല്ലെങ്കിൽ മൂലകഥയോടങ്ങ് പരിപൂർണമായും വിശ്വസനീയത പുലർത്തുക, ആ ഒരു കാര്യം പലപ്പോഴും അങ്ങ് ഒഴിവാക്കാറുണ്ട്. While the novelist's choices are relatively unconstrained means not limited. The choices of the novelists are unconstrained or are not limited. ഈ ഒരു നോവലിസ്റ്റിൻ്റെ ചോയ്സുകൾ എന്ന് പറഞ്ഞാൽ അത് അൺകൺസ്ട്രെയിൻഡ് ആണ്, അതല്ല നോട്ട് റെസ്ട്രിക്റ്റഡ് ഓർ നോട്ട് ലിമിറ്റഡ്, ലിമിറ്റ് ചെയ്യപ്പെട്ടതല്ല. ഏതിനാൽ
The choices of the novelists are unconstrained by the budget, by the considerations of the budget. All the writer needs is time, talent, paper and pen. ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ബജറ്റിൻ്റേതായ ഒരു റെസ്ട്രിക്ഷൻ, ബജറ്റിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഒരിക്കലും ഒരു നോവലിസ്റ്റ് അനുഭവിക്കുന്നില്ല. അതേ സമയത്ത് ഒരു നോവലിസ്റ്റിന് എന്താ വേണ്ടത്? നോവലിസ്റ്റിന് വേണ്ടത് സമയവും ടാലൻറ്റും പേപ്പറും പേനയും മാത്രം മതി. ഒരു നോവൽ എഴുതണമെങ്കിൽ അതിന് വേണ്ട ടാലൻറ്റ് വേണം, അതിന് വേണ്ടുന്ന സമയം കണ്ടെത്തണം, പേപ്പറും വേണം, എഴുതാനുള്ള പേനയോ പെൻസിലോ വേണം, അത്രമാത്രം. അതേസമയത്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടതെന്താണ്? ബജറ്റാണ് വേണ്ടത്. ഓരോരോ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടുന്ന ആ എക്സ്പെൻസസ് അത് കണ്ടെത്തുക, ഫണ്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ലിമിറ്റേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫിലിമിന് പലപ്പോഴും മൂലകഥയോടുള്ള ഫെയ്ത്ത്ഫുൾനെസ് വെച്ച് പുലർത്താൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ തന്നെ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഓൾ ദി നോവലിസ്റ്റ് നീഡ്സ് ഈസ് ടാലൻറ്റ്, ടൈം, പേപ്പർ ആൻഡ് പെൻ. ബട്ട് films are from the very outset immersed in. Films are from the very outset or very opening or very start immersed in technology and commerce. Film demand from the outset technology and commerce. Commerce means money. Commerce. While novels are unaffected by the questions of budget. As I have just said, novels are quite unaffected by. Novels do not get affected by the questions of budget. Films are deeply immersed in. The films are deeply immersed in material and financial contingencies. Films are deeply immersed in material and financial contingencies. Contingencies means expenses. സിനിമയ്ക്ക് എന്ത് വേണം? മെറ്റീരിയലായിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള ചിലവുകളുണ്ട്. അത് വേണം സിനിമയ്ക്ക്. നോവലിസ്റ്റിന് അതൊന്നും ആവശ്യമില്ല. പേപ്പറും പേനയും ടാലൻറ്റും സമയവും മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരു നോവലിസ്റ്റ് എൻ്റേതായ ഒരു ലാഘവത്തോടെ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു നോവലിനോട് അത്രമാത്രം ഫിഡിലിറ്റി ഒരു ഫിലിം മേക്കർക്ക് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ക്ലിയർ. നോവൽ, ദി ക്വസ്റ്റ്യൻസ് ഓഫ് മെറ്റീരിയൽ ഇൻഫ്രാസ്ട്രക്ചർ occurs only at the point of the questions of material infrastructure occur only at the point of publication. ഒരു നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പണച്ചെലവ് വരുന്നത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ആ പേപ്പർ, അച്ചടി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അതിൻ്റെ പബ്ലിക്കേഷൻ സമയത്ത് മാത്രമാണ്. പക്ഷെ സിനിമയുടെ കാര്യത്തിലോ ആദ്യം മുതൽ തന്നെ എക്സ്പെൻസസ് ആർ ദെയർ ഓർ ഇൻഫ്രാസ്ട്രക്ചർ at various levels are there from the beginning itself as far as film is concerned. ഫിലിമിൻ്റെ കാര്യത്തിൽ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം ആദ്യം മുതലേ ഉണ്ട്. നോവലിൻ്റെ കാര്യത്തിൽ അവസാനം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മാത്രം അച്ചടിയും മറ്റു കാര്യങ്ങളും, ആ ഇൻഫ്രാസ്ട്രക്ചർ അവസാനം മതി. for the novel the questions of material infrastructure occur at the point of distribution, while in the cinema they enter at the very outset. The question of the problem of material infrastructure arise or come or occur at the very start, at the very outset of production of the film itself. As far as the film is concerned, the question of material infrastructure arises at the very start, very beginning, very opening itself. While a novel can be written, even a napkin in prison, പറയാറുണ്ടല്ലോ, ഒരു നാപ്കിൻ കിട്ടിയാൽ പോലും അതിനകത്ത് വേണമെങ്കിൽ ഒരു നോവൽ എഴുതാൻ സാധിക്കും. ജയിൽവാസം അനുഷ്ഠിക്കും പോകും. എ ഫിലിം അസ്യൂംസ് കോംപ്ലക്സ് മെറ്റീരിയൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്തെല്ലാം കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ തുടക്കം മുതലേ വേണം. ഫിലിം മുതൽ എന്തെല്ലാം കാര്യങ്ങൾ, ക്യാമറ മുതൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം. സോ എ ഫിലിം അസ്യൂംസ്, ഫിലിം ടേക്സ് കോംപ്ലക്സ് material infrastructure. Then a film adaptation is automatically different from the original due to the change of medium.
റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മീഡിയം, സിനിമ എന്ന് പറഞ്ഞാൽ സെമിയോട്ടിക്സ് അനുസരിച്ച് വേറൊരു ഇമേജസിൻ്റെ ലോകമാണ്. ഇമേജസിൻ്റെ ലോകമാണ് സിനിമ എന്ന് പറയുന്നത്. സോ എ ഫിലിം അഡാപ്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി വിൽ ബിക്കം ഡിഫറൻറ്റ് ഫ്രം ദി ഒറിജിനൽ ഡ്യൂ ടു ദി ചേഞ്ച് ഓഫ് മീഡിയം. ഈ മീഡിയം മാറുന്നതുകൊണ്ട് തന്നെ ആ ഒറിജിനൽ കഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇഫ് one were to ask five famous directors for the faithful adaptations of a particular book, the result would vary differently. ആരെങ്കിലും ഒരു 5 പ്രശസ്തരായ ഫിലിം മേക്കേഴ്സിനെ സമീപിക്കുന്നു, ഒരു സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ മഹാഭാരതം അല്ലെങ്കിൽ ബൈബിള് അത് സിനിമയാക്കാൻ വേണ്ടി 5 പ്രശസ്തരായ ഡയറക്ടേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ഔട്ട്കം അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റ് 5ഉം വ്യത്യസ്തമായിരിക്കും. അത് എന്താണ്, ഒരുപാട് ഘടകങ്ങളാണ്. മിസൺസിൻ്റെ കാര്യത്തിലായാലും പെർഫോമേഴ്സിൻ്റെ കാര്യത്തിലായാലും മറ്റ് സെറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം വ്യത്യാസം വരും. ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ അതാണല്ലോ, പെർഫോമേഴ്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ ലൊക്കേഷൻസിൻ്റെ കാര്യത്തിൽ, ലൊക്കേലിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും വ്യത്യാസമായിരിക്കും. 5ഉം വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകളായി തോന്നും. ഒരൊറ്റ കഥയാണ്, പക്ഷെ 5 ഡയറക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നു. 5ഉം വളരെ ഫെയ്ത്ത്ഫുൾ ഡയറക്ടേഴ്സ് ആണെങ്കിൽ പോലും the products will be quite different. The products or the films that they make would totally be different. 5ഉം 5 രീതിയിലുള്ളതായിരിക്കും, വളരെ വ്യത്യാസമുള്ളതായിരിക്കും. So film making generally and adaptations particularly. Film making generally and adaptations particularly or in particular involves thousands of choices. There are thousands of choices in front of film making or especially adaptations. ഫിലിം മേക്കിങ്ങിന് മുമ്പിൽ എന്തെല്ലാം ചോയ്സുകളുണ്ട്. ലൊക്കേഷൻസിൻ്റെ കാര്യത്തിലായാലും മിസൺസിൻ്റെ കാര്യത്തിലായാലും ആക്ടേഴ്സിൻ്റെ കാര്യത്തിലായാലും എന്തെല്ലാം ചോയ്സുകളുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം സമഞ്ജസമായി ചേർത്തുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വ്യത്യാസങ്ങളായിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. There is the least doubt about the products or the outcome. So because film making generally and adaptations particular involves thousands of choices concerning performance, locations, formats, props, settings and so forth. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ എന്താണ്, പലതിനെ ആശ്രയിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഫിലിം അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പം ആ സ്റ്റോറിയിൽ നിന്നും വ്യത്യാസമായിരിക്കും. ആ ഒരു ലോയൽറ്റി അല്ലെങ്കിൽ ഫിഡിലിറ്റി അസാധ്യമായിരിക്കും. പലരും ഈ ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വലൻസി, തുല്യത എന്നാണ്. നോവൽ അതേപടി അങ്ങ് സിനിമയാക്കുക, നോവൽ വായിക്കുന്ന ഓരോ പേജും വായിക്കുന്ന അതേപോലെ ആ ലീനിയർ ടൈപ്പിലുള്ള ആ ഒരു നറേറ്റീവ് സ്ട്രാറ്റജി ഉൾപ്പെടുത്തുക, അത് സാധ്യമാണോ? ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഫിഡിലിറ്റി തിയറി സംടൈംസ് take the form of equivalency theory. Fidelity theory sometimes take the form of equivalency theory. പലർക്കും ഈ ഫിഡിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ തുല്യതാ തിയറി പോലെയാണ്, ഇക്വലൻസി തിയറി പോലെയാണ്. The idea that the filmmaker finds equivalence. The idea that the filmmaker finds equivalence in a new medium for the novelist style or techniques. ഇപ്പം നോവലിസ്റ്റിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നിക്സിന് അതിന് തുല്യമായ രീതിയിൽ സിനിമ പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ബട്ട് ഇൻ ഫാക്ട് there can be no real equivalence between the source novel and adaptations. This is a fact. In fact, there can be no real equivalence. There can be no real equivalence between the source novel and the adaptations. ഒരു സോഴ്സ് നോവലും അതിൻ്റെ അഡാപ്റ്റേഷൻസ് തങ്ങളുടെ ഒരു തുല്യത ഒരിക്കലും സാധ്യമല്ല. കഥ പറച്ചിലിൻ്റെ രീതിയിലോ മറ്റ് സംഭവങ്ങളുടെ രീതിയിലോ ഒന്നും ഒരിക്കലും ഒരു തുല്യതാ സിദ്ധാന്തം, ഒരു ഈക്വലൻസി തിയറി സാധ്യമേ അല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണല്ലോ സിനിമകളൊക്കെ തുടങ്ങുമ്പോൾ എന്താണ് ഫിലിം മേക്കേഴ്സ് ഒരു മുൻകൂർ ജാമ്യം എടുക്കാറുള്ളത്. എന്താ, തുല്യത പറ്റത്തില്ല.
നോവലുമായിട്ട് ഒരിക്കലും ഇക്വലൻ്റ് ആക്കാൻ പറ്റില്ല. നോവലിന് ഇക്വലൻ്റ് ആക്കാൻ പറ്റില്ല ഫിലിം മേക്കർ എത്രയൊക്കെ ശ്രമിച്ചാലും. സോ ദി സബ് ടൈറ്റിൽസ് സച്ച് ആസ് ബേസ്ഡ് ഓൺ ദി നോവൽ ബൈ, ഇന്നാരുടെ നോവലിനെ അടിസ്ഥാനമാക്കി എന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി നോവൽ, ഇക്വലൻ്റ് ടു ദി നോവൽ എന്ന് ഒരിക്കലും പറയത്തില്ല. ദി ഫിലിം ഈസ് ഇക്വലൻ്റ് ടു ദി നോവൽ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒന്നുകിൽ ബേസ്ഡ് ഓൺ ദി നോവൽ ബൈ, അല്ലെങ്കിൽ ഇൻസ്പയർഡ് ബൈ ദി സ്റ്റോറി, ഇൻസ്പയർഡ് ബൈ ദി നോവൽ എന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ അഡാപ്റ്റേഷൻസ് means loose adaptations. Free adaptations mean taking only some elements in the plot of the novel. നോവലിലെ പ്ലോട്ടിലെ ചില എലിമെൻസിനെ മാത്രം എടുക്കുന്നതാണ് ലൂസ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഫ്രീ അഡാപ്റ്റേഷൻസ്. ആൻഡ് ദീസ് subtitles that the filmmakers use based on the novel by or inspired by free adaptations of all these subtitles indirectly acknowledge the impossibility of any real equivalency. These subtitles testify the fact that real equivalency between the original novel and the adaptation is quite impossible, utterly impossible. അസാധ്യമാണെന്ന് തെളിയിക്കുന്ന ഒരുള്ള സാക്ഷ്യപത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സബ് ടൈറ്റിൽസ്. സോ equivalency is not possible in film as well as the original story. The shift from a single track of verbal medium such as the novel to a multi-dimensional medium like film can play not only with the words means spoken or written, but also with the music, sound effects, moving photographic changes. These things explain the undesirability of fidelity. മറ്റൊരു കാര്യം, അതായത് ഈ ഫിഡിലിറ്റി തിയറിയെ സ്മാഷ് ചെയ്യുന്ന, അതിനെ തകർക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഈ നോവലിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ലോകമാണ്. ആ അക്ഷരങ്ങളുടെ ലോകത്തിൽ നിന്നും മൾട്ടി ഡയമെൻഷണൽ മീഡിയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിലൊരുപാട് കാര്യങ്ങൾ വരും. ഇത് വെറും വാക്കുകളുടെ ലോകമാണെങ്കിൽ, മറ്റതെന്ന് പറഞ്ഞാൽ സീനുകളുടെയും അഭിനയത്തിൻ്റെയും അതുപോലെ ഡയലോഗ് ഡെലിവറിയുടെയൊക്കെ ലോകമാണ് ഈ സിനിമ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൾട്ടി ഡയമെൻഷണൽ മീഡിയം. ഫിലിം ഈസ് എ മൾട്ടി ഡയമെൻഷണൽ മീഡിയം. The shift or the change from a single track of verbal medium, novel is only a verbal medium, single track of verbal medium, wordly medium. See, the shift from a single track of verbal medium such as the novel to a multi-dimensional film with music, sounds, various kinds of sounds, sound effects and computer generated effects, moving photographic images. So these things explain, these multi-dimensional things explain the undesirability or impossibility of fidelity. Fidelity is quite undesirable when we think of these multi-dimensional things in a film. പറ്റത്തില്ല. നോവലെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെർബൽ മീഡിയം മാത്രം, സിംഗിൾ ട്രാക്ക് ഓഫ് വെർബൽ മീഡിയം. നോവൽ ഈസ് എ സിംഗിൾ ട്രാക്ക് ഓഫ് വെർബൽ മീഡിയം. അതിൽ നിന്ന് നമ്മൾ എന്താണ്? അഭിനയത്തിൻ്റെയും ലൊക്കേഷൻ്റെയും മ്യൂസിക്കിൻ്റെയും ഡയലോഗിൻ്റെയും ഒക്കെ ഉള്ളൊരു മൾട്ടി ഡയമെൻഷണൽ മീഡിയത്തിലേക്കാണ് പോകുന്ന സിനിമയിലേക്ക്. അതുകൊണ്ട് തന്നെ ഫിഡിലിറ്റി ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. സെമിയോട്ടിക് ഡിഫറൻസസ്. ദാറ്റ് ഈസ് സെമിയോട്ടിക് ഡിഫറൻസ്, the single track verbal medium to a multi-dimensional medium. That is semiotic difference. Along with the semiotic differences, practical and material contingencies also enter. Fidelity in adaptation virtually impossible. അപ്പോൾ ഈ ഒരു സിംഗിൾ ട്രാക്ക് വെർബൽ മീഡിയത്തിൽ നിന്നും മൾട്ടി ട്രാക്ക്
മൾട്ടി ട്രാക്ക് ഡയമെൻഷണൽ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രായോഗികമായിട്ടും മെറ്റീരിയലായിട്ടും ഉണ്ടാകുന്ന ചിലവുകൾ, ആ മൾട്ടി ഡയമെൻഷണൽ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ, അത് കാണിക്കുന്നത് തന്നെ എന്താണ്? അഡാപ്റ്റേഷനിലെ ഫിഡിലിറ്റി ഇമ്പോസിബിളാണ്. ഫിലിം അഡാപ്റ്റേഷനിലെ ഫിഡിലിറ്റി ഓർ ദി ഫെയ്ത്ത്ഫുൾനെസ് ടു ദി ഒറിജിനൽ സ്റ്റോറി, that is what is fidelity. Fidelity is quite impossible. A novel is usually produced by a single individual. A novel is usually the work of a single individual. The film is always is a collaborative project. The multi-dimensional medium film is always a collaborative project, mobilizing at the minimum of the crew of 4 or 5 people to the maximum of hundreds of cast and crew. So what is film? Film is a collaborative project. Mobilizing film utilizes at the minimum of a crew of 4 or 5 people. ഏറ്റവും കുറഞ്ഞ ഒരു 4-5 ആളുകളെങ്കിലും പ്രധാനികളെങ്കിലും വേണം. ആൻഡ് അറ്റ് ദി മാക്സിമം, ഇപ്പോൾ ഒരു നടനെ വെച്ച് മാത്രം സിനിമ എടുക്കുകയാണെങ്കിൽ, പണ്ട് കലാഭവൻ മണിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒരു നടൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും എന്താണ്, 3-4 പേര്, ക്യാമറമാനും മേക്കർ, പ്രൊഡ്യൂസർ, അങ്ങനെ ഒരു 3-4 പേരെങ്കിലും വേണം. മാക്സിമം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കാസ്റ്റും ക്രൂവും 100 കണക്കിന് ആളുകൾ വരാം സിനിമയിൽ. So in that sense also fidelity is quite impossible. So we are discussing fidelity and adaptation. Fidelity in adapting into films. See, you see, as any literary text can generate infinity of readings. Even a book or a novel or a story can develop or generate or create different kinds of reading. നമ്മളൊരു നോവൽ വായിക്കുന്നു, അല്ലെങ്കിൽ കഥ വായിക്കുന്നു, മറ്റേതെങ്കിലും ജോൺറേസിൽപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അർത്ഥതലങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നതല്ലേ. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്നത്, അല്ലേ? ആ ഒരു ചിന്ത ഈ ഫിലിം അഡാപ്റ്റേഷനിൽ നമുക്കുണ്ടാകണം. Such a thought must be there in adaptation also, adaptation into movies also. As any literary text can generate infinity means limitless readings, limitless interpretations. Readings here means interpretations. A literary text can generate or create or produce loads and loads of interpretations or readings. So any novel can generate any number of adaptations. Any novel can generate or create or produce any number of adaptations. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോവൽ 5 നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയാൽ 5 പ്രോഡക്റ്റുകളായിരിക്കും. എ നോവൽ ക്യാൻ പ്രൊഡ്യൂസ് ഓർ ജനറേറ്റ് എനി നമ്പർ ഓഫ് അഡാപ്റ്റേഷൻസ്. നമുക്കൊരു നോവലിനെ ബേസ് ചെയ്തെടുക്കാം, ഒരു സിനിമ എടുക്കാം. അല്ലെങ്കിൽ നോവലിലെ ചില എലിമെൻസിനെ മാത്രം എടുത്ത് ഒരു ലൂസ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഫ്രീ അഡാപ്റ്റേഷൻ മെത്തേഡിൽ നമുക്കൊരു സിനിമ നിർമ്മിക്കാം. ഒരു പുസ്തകം എന്ന് പറയുന്നത് വായനക്കാർക്ക് ഡിഫറൻ്റായ ഒരു എക്സ്പീരിയൻസ്, ഡിഫറൻ്റായ റീഡിങ്സ് നൽകുന്നത് പോലെ എ നോവൽ ക്യാൻ ജനറേറ്റ് ഓർ പ്രൊഡ്യൂസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നോവലിനോട് അങ്ങ് ഫിഡിലിറ്റി വെച്ച് പുലർത്താൻ സാധിക്കും? ഈസ് ഇറ്റ് പോസിബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ ടു എ നോവൽ ഇൻ എവരി സെൻസ്? ഒരിക്കലും കഴിയില്ല. യു സീ, അഡാപ്റ്റേഷൻ in this sense is a work of re-accentuation. Adaptation is a work of re-accentuation. Re-accentuation means making the prominence. Adaptation means giving a prominence, giving an importance, whereby a source work is reinterrupted through new grids and discourses. What happens in adaptation?
Adaptation, in this sense, we can see a work of re-accentuation. എന്താണ് ഈ ഒരു അഡാപ്റ്റേഷനിലൂടെ ചെയ്യുന്നത്? ഒരു കൃതിയുടെ പ്രാധാന്യം എടുത്ത് കാണിക്കില്ല. ചെമ്മീൻ എന്ന് പറയുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ സിനിമയാക്കിയപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി എടുത്തു കാണിക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റീ-ആക്സെൻറ്റുവേഷൻ. Adaptation is, of course, the work of re-accentuation. Remember, adaptation in this sense we can call a work of re-accentuation, whereby a source work is reinterrupted. A source work, source novel or source story is reinterrupted. പുനർവ്യാഖ്യാനിക്കപ്പെടുന്നു. നോവലായാലും അതെങ്കിലും കഥയായാലും മറ്റ് ടെക്സ്റ്റ് ആയാലും ഇറ്റ് ഈസ് റീഇൻറ്ററപ്റ്റഡ് ത്രൂ ന്യൂ ഗ്രിഡ്സ് മീൻസ് ഫ്രെയിംസ് ആൻഡ് ഡിസ്കോഴ്സസ് മീൻസ് ഡയലോഗ്സിലൂടെയും പുതിയ ഗ്രിഡ്സിലൂടെയും ഫ്രെയിംസിലൂടെയും പുനർവ്യാഖ്യാനം ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. ഒരു പുതിയൊരു അവതരണം ഉണ്ടാക്കുന്നു എന്ന് കരുതിയാൽ മതി. അതല്ലാതെ നോവലിനെ പോലെ തന്നെ ഉണ്ടാകണം, ആ ഒരു ഈക്വലൻസി ഉണ്ടാകണമെന്ന് ചടിക്കുക. ഇറ്റ് ഈസ് മീനിങ്ലെസ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇറ്റ് ഈസ് ക്വൈറ്റ് മീനിങ്ലെസ്. കഴിയില്ല ഒരിക്കലും. നോവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ വെർബലാണ്. സിനിമയുടെ സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജസ് ആണ്. പിന്നെ എങ്ങനെ സാധിക്കും? സിമിലാരിറ്റി, ക്ലോസ് സിമിലാരിറ്റി ഓർ ഈക്വലൻസ് ഈസ് അട്ടർലി ഇമ്പോസിബിൾ ഇൻ അഡാപ്റ്റേഷൻസ്. ഒരിക്കലും കഴിയില്ല. ദെൻ the introduction of intertextual dialogism. There came intertextual dialogism. Dialogism means using in a text different viewpoints. ഒരു ടെക്സ്റ്റിൽ തന്നെ പല വീക്ഷണകോണുകൾ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല വീക്ഷണകോണിൽ ഒരു സംഭവത്തെ കാണുന്ന ഒരു സമ്പ്രദായം വന്നു. അത് ഞാനൊരു പേര് പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എന്താണ്? റാഷോമോൻ എഫക്റ്റ് മീൻസ് ലുക്കിംഗ് അറ്റ് ദി സെയിം ഈവൻ്റ് അറ്റ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ ഒരു കാര്യം കാണുന്നതിനാണ് റാഷോമോൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻ്റർടെക്സ്ച്വൽ ഡയലോജിസം. സോ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് intertextual dialogism has helped film critics to transcend and approve of fidelity. ഈ ഫിഡിലിറ്റിയുടെ കാര്യം, ഫിഡിലിറ്റിയെ ഒന്ന് ട്രാൻസെൻഡ് ചെയ്യുന്നതിലും അതിനെ ഒന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും ഈ ഇൻ്റർടെക്സ്ച്വൽ ഡയലോജിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവത്തെ വിവിധ കോണുകളിലൂടെ കാണുന്ന ആ സമ്പ്രദായത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം മേക്കർ നോക്കുമ്പം കാണുന്ന രീതിയിലല്ല വേറൊരാൾ കാണുമ്പം. നമ്മൾ നോവൽ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ഇമേജസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ആയിരിക്കില്ല വേറൊരു ഫിലിം മേക്കർ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു അനുമാനത്തിലെത്താൻ ക്രിട്ടിക്സിനെ സഹായിച്ചത് ദിസ് ഇൻ്റർടെക്സ്ച്വൽ ഡയലോജിസം. Intertextual dialogism means the use in a text different viewpoints. So it has become a major development in adaptation theory. The intertextual dialogism has become a major development in adaptation theory because it has helped the film critics to transcend and approve of the fidelity or explain fidelity, what fidelity is. In addition to that, finally to conclude, in addition to that, an adaptation should be faithful not so much to the source text, but rather to the essential traits of the medium of expression. So this is what is fidelity in adaptation. അഡാപ്റ്റേഷനിലെ ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ബുക്കിനോടല്ല ഫിഡിലിറ്റി കാണിക്കേണ്ടത്. നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന മീഡിയത്തോടാണ് ഫിഡിലിറ്റി കാണിക്കേണ്ടത്. ആ മീഡിയത്തിൻ്റെ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസിനോടാണ് നമ്മൾ ഫിഡിലിറ്റി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ലോയൽറ്റി കാണിക്കേണ്ടത്. സോ റിമെമ്പർ ദിസ്. ഇൻ അഡീഷൻ ടു ദാറ്റ്,
An adaptation should be faithful not to the source book. Not to the source book. Source book മൂലകൃതിയോടല്ല. നമ്മൾ അഡേപ്റ്റ് ചെയ്യുന്ന സിനിമയായിട്ടോ മറ്റെന്തെങ്കിലും നാടകം അഡേപ്റ്റ് ചെയ്യുന്ന ആ ഒരു മൂലകൃതിയോടല്ല നമ്മൾ ഫിഡിലിറ്റി കാണിക്കേണ്ടത്. പിന്നെന്തിനാണ് ടു ദി വി ഷുഡ് ബി ലോയൽ or faithful to the essential traits of the medium of expression. We should be faithful to the essential traits of the medium of expression. നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മീഡിയം, സിനിമയെങ്കിൽ സിനിമ അതിൻ്റെ ക്വാളിറ്റീസിനോടാണ്, അതിൻ്റെ കാര്യങ്ങളോടാണ് നമ്മൾ ഫിഡിലിറ്റി കാണിക്കേണ്ടത്. അതിൻ്റെ ആ സെറ്റിങ്ങും അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറും അങ്ങനെയുള്ള കാര്യങ്ങളോടാണ്. അല്ലെങ്കിൽ അത് ദി സ്റ്റോറി ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ, ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ടു ബി ദി പീപ്പിൾ. അല്ലാതെ മൂലകൃതിയെ പോലെ തന്നെയല്ല, മൂലകൃതിയോടല്ല. അപ്പം യു ഷുഡ് റിമെമ്പർ, ഫിഡിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂലകൃതിയോടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫിഡിലിറ്റി കാണിക്കേണ്ടത്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മീഡിയത്തിൻ്റെ ട്രെയ്റ്റ്സിനോടാണ്. വി ഷുഡ് ബി ലോയൽ ഓർ ഫെയ്ത്ത്ഫുൾ ടു ദി എസെൻഷ്യൽ ട്രെയ്റ്റ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് ദി മീഡിയം ഓഫ് എക്സ്പ്രഷൻ. അതിനോടാണ് നമ്മളെന്ത് കാണിക്കേണ്ടത്, ഫിഡിലിറ്റി കാണിക്കേണ്ടത്. വി ഷുഡ് ഡോ ഫിഡിലിറ്റി ടുവേഴ്സ് ഇറ്റ്. ഇത് ഒത്തിരി പ്രയാസമുള്ളൊരു എസ്സേയാണ്. സോ ഹിയർ മെനി ടൈംസ് ആൻഡ് റീഡ് ദി ടെക്സ്റ്റ് നിങ്ങൾ വായിക്കണം. സോ the approach of fidelity assumes that every medium is inherently good at certain things and bad at other things. So we can find that every medium, അത് ഇനിയിപ്പം നോവലിൻ്റെ എക്സ്പ്രഷൻ വെർബൽ മീഡിയം ആയാലും, ഇമേജസിൻ്റെ ഫിലിം മീഡിയം ആയാലും, മൂവി ആയാലും, നാടകമായാലും, see, every medium is inherently good, innately good. എല്ലാ മീഡിയവും ആന്തരികമായി നല്ലതാണ്. അറ്റ് certain things, ചില കാര്യങ്ങളിൽ എല്ലാ മീഡിയവും നല്ലതാണ്. ആൻഡ് എവരി മീഡിയം ഈസ് ബാഡ് അറ്റ് അതർ തിങ്സ്. മറ്റ് ചില കാര്യങ്ങളിൽ എന്താണ്, ബാഡുമാണ്. സിനിമ അതിൻ്റേതായ ചില കാര്യങ്ങളിൽ നല്ലതാണ്, ചില കാര്യങ്ങളിൽ മോശവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് റൈറ്റിംഗ് മീഡിയം, അത് ചില കാര്യങ്ങളിൽ നല്ലതാണ്, ചില കാര്യങ്ങളിൽ മോശവുമാണ്. അപ്പോൾ അതുകൊണ്ട് ടു കൺക്ലൂഡ്, ഫിഡലിറ്റി മസ്റ്റ് ബി ദെയർ ഇൻ ദി കേസ് ഓഫ് ദി മീഡിയം ഓഫ് എക്സ്പ്രഷൻ. നമ്മൾ ഏത് മീഡിയത്തിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനോടാണ് നമ്മൾ ഫിഡലിറ്റി കാണിക്കേണ്ടത്. അഡാപ്റ്റേഷനിൽ അല്ലാതെ മൂലകൃതിയോടല്ല എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. അപ്പം മൂലകൃതി അതേപോലെ ഇരിക്കണം. There should be equivalency between the source work and the adapted medium എന്ന് നമ്മൾ ഒരിക്കലും ശഠിക്കരുത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു എസ്സേ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം. അപ്പോൾ ലിറ്ററേച്ചർ ആൻഡ് സിനിമ എന്നുള്ളതിൽ പ്രധാനപ്പെട്ട 2 എസ്സേസാണ് അഡാപ്റ്റേഷൻ ആൻഡ് ദിസ് വൺ, ഇതും. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് ടച്ച്ഡ് ഓൾമോസ്റ്റ് എവരി ഏരിയ ഇൻ യുവർ വാസ്റ്റ് സിലബസ്. ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന സിലബസിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തു. പെയിൻസ്റ്റേക്കിംഗ്ലി ഐ ഹാവ് കവേർഡ് ഓൾ ദീസ് തിങ്സ്. ഇപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വോയിസ് മെസ്സേജൊക്കെയാണ് പലർക്കും ഇഷ്ടം. കാരണം മനസ്സിലാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മുടെ എസ്സേസൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി കുറേ ക്ലിപ്പിങ്സൊക്കെ ഉപയോഗിച്ച് അവസാനം എഡിറ്റിങ് എൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്കും, സമയമില്ലാതെ വന്നപ്പോഴത്തേക്കും നമ്മളത് കുറേ അവോയ്ഡ് ചെയ്തു. അപ്പം എൻ്റെ ജോലി ഏണസ്റ്റ്ലി ബിലീവ് ദാറ്റ് ഐ ഹാവ് ഡൺ മൈ വർക്ക് വിത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളെങ്ങനെ കരുതിയാലും. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ആസ് ഐ ഹാവ് സം പേഴ്സണൽ പ്രോബ്ലംസ്, domestic problems, I am keeping away from your campus, I am keeping away from your studies for the time being. Okay, ഭംഗിയായി പഠിക്കുക. All the best. I wish the very best for you.